ഹായ്, വെൽക്കം ബാക്ക് ടു എജുപി. നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയിലോ ഇതൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്. ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. സോ DPSP നമ്മൾ സിംപ്ലി ഞാനിങ്ങനെ ഇപ്പോഴും ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നൊന്നും വിളിച്ച് പറയത്തില്ല. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ടേം DPSP ആയിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ DPSP തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വെച്ചാൽ ഇതിന്റെ മലയാളം എന്ന് പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ്. നിർദ്ദേശങ്ങൾ. സോ നിർദ്ദേശങ്ങൾ മീൻസ് എന്താ? ഇത് സിംപ്ലി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ്. എന്താണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പാർട്ട് 4 പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. സോ ഏതോട്ട് ഏതുവരെയാണ്? പാർട്ട് 4 പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് എന്തിനെ പറ്റി പറയുന്നത്? DPSP പറ്റി പറയുന്നത്. ഓക്കെ, DPSP ഒരു ബോറോഡ് ഫീച്ചർ ആണ്. എവിടെ നിന്നാണ് DPSP വന്നത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ DPSP എവിടെ നിന്നാണ് എടുത്തത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും എവിടെ നിന്നാണ് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ DPSP എടുത്തതാ, അല്ലെങ്കിൽ ഫസ്റ്റ് DPSP എന്ന് പറയുന്ന ഐഡിയ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ആൻസർ പറയുന്നത്? സ്പാനിഷ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ നിന്ന് എടുത്തു? അയർലൻഡിന്റെ കയ്യിൽ നിന്ന്. അയർലൻഡുകാർ എവിടെ നിന്ന് എടുത്തു? സ്പെയിനിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പൊ DPSP എന്ന് പറയുന്ന ഐഡിയ നമ്മൾ എവിടെ നിന്ന് എടുത്തിരിക്കുന്നതോ? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. സോ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ സ്പെയിന്റെ പേര് പറയരുത്. ഓക്കെ, സ്പെയിനിൽ നിന്ന് എടുത്തിരിക്കുന്ന ആരാ? അയർലൻഡുകാരാ. അത് അങ്ങനെ ചോദിച്ചാലേ പറയാവൂ. അല്ലെങ്കിൽ ഇന്ത്യക്കാർ എവിടെ നിന്ന് എടുത്തു? നമ്മൾ എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എന്തെടുത്തിരിക്കുന്നത്? ഈ DPSP എടുത്തിരിക്കുന്നത്. ഓക്കെ, DPSP റെക്കമെൻഡ് ചെയ്തൊരു കമ്മിറ്റി ഉണ്ട്, തേജ് ബഹദൂർ സാപ്രൂ കമ്മിറ്റി. ഓക്കെ, തേജ് സാപ്രൂ കമ്മിറ്റി എന്ന് പഠിച്ചാലും മതി. അപ്പൊ ഈ തേജ് ബഹദൂർ സാപ്രൂ കമ്മിറ്റിയാണ് എന്ത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? DPSP റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ DPSP എന്ന് പറയുന്നത് പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 51 വരെയാണ് പറയുന്നത്. എന്താണത്? ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് DPSP എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എന്ത് എടുത്തിരിക്കുന്നത്? DPSP എന്ന് പറയുന്ന ഐഡിയ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്നതാ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഇത് ആരാണ് റെക്കമെൻഡ് ചെയ്തത്? തേജ് സാപ്രൂ കമ്മിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ തേജ് സാപ്രൂ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത DPSPയെ കണ്ടിട്ടാ നമ്മുടെ അംബേദ്കർ പറഞ്ഞു വാവ്, നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 32 പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അംബേദ്കർ വിളിച്ചത് ആർട്ടിക്കിൾ 32 ഉണ്ട് അല്ലെ. ഇതുപോലെ പാർട്ട് 4 DPSPയെ അംബേദ്കർ വിളിച്ചത് നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് നോവൽ എന്ന വാക്കിന്റെ മീനിങ്? പുതിയത്. അപ്പൊ നമ്മൾ ഈ ഒരു ഐഡിയ, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ, ഇതൊരു പുതിയ ഐഡിയയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അംബേദ്കർ പറഞ്ഞു ഇതെന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നോവൽ ഫീച്ചർ ആണ്. ഓക്കെ, സോ DPSP നോവൽ ഫീച്ചർ എന്ന് വിളിച്ചത് ആരാണ്? അംബേദ്കർ ആണ്. അംബേദ്കർ എന്തിനെയാണ് നോവൽ ഫീച്ചർ എന്ന് വിളിച്ചത്? DPSP ആണ് വിളിച്ചത്. ഓക്കെ, ദെൻ DPSP എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. എന്തിനു വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ? ഒരു വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? DPSP എന്ന് പറയുന്നത്. ഓക്കെ, ക്ഷേമരാഷ്ട്രം എന്നൊക്കെയാണ് വെൽഫെയർ സ്റ്റേറ്റിന്റെ മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംപ്ലി നമ്മൾ പോലീസ് സ്റ്റേറ്റ് നമുക്ക് വേണ്ട. ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ എന്തെടുക്കുന്നില്ല? പോലീസ് സ്റ്റേറ്റ് എടുക്കുന്നില്ല. പകരം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട എന്താണ്? എല്ലാവരും നല്ല സന്തോഷത്തോടൊക്കെ വരുന്ന ഒരു യൂട്ടോപ്യൻ ഐഡിയോളജി ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ DPSPയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് DPSP എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ്. ഇത് ആർട്ടിക്കിൾ 37 ആണ് പറയുന്നത്. ഓക്കെ, DPSP എന്ന് പറയുന്നത് എന്താണ്? നോൺ ജസ്റ്റിസിബിൾ ആണ്. ഏത് ആർട്ടിക്കിൾ ആണ് പറയുന്നത്? ആർട്ടിക്കിൾ 37 ആണ് പറയുന്നത്. DPSP എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണ്. ഓക്കെ, ശരി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോൺ ജസ്റ്റിസിബിൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിയാമ്പിൾ പഠിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞ കാര്യമാണ് പ്രിയാമ്പിൾ നോൺ ജസ്റ്റിസിബിൾ ആണെന്ന് അല്ലേ. എന്താണ് നോൺ ജസ്റ്റിസിബിൾ? നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള കാര്യങ്ങൾ, ഇത്രയും ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് കോടതിയിൽ പോയി നേടിയെടുക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ മീനിങ് എന്താ? കോടതിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. എപ്പോൾ കിട്ടും? ആരെങ്കിലും നിങ്ങൾക്ക് തന്നാ കിട്ടും. ഓക്കെ, ആര് തരും? ഇപ്പൊ ഞാൻ വന്ന് നിങ്ങൾക്ക് തന്നാ മതിയാ? പറ്റൂല. ഒന്നുകിൽ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഈ രണ്ടിൽ ആരെങ്കിലും നിങ്ങൾക്ക് തന്നാൽ മാത്രമേ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് കിട്ടുള്ളൂ. അല്ലാതെ ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കോടതിയിൽ പോകാൻ പറ്റൂല. ഓക്കെ, സോ 36 മുതൽ 51 വരെയുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് കോടതിയിൽ പോയി ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ പറ്റൂല. പക്ഷേ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കോൺസ്റ്റിറ്റ്യൂഷൻ എതിരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കോടതി പോവാം.
ഇംപ്ലിമെന്റ് ചെയ്യിക്കാൻ ഇവിടെ പോകാൻ പറ്റൂല, കോടതി പോകാൻ പറ്റൂല. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിൽ പോകാൻ പറ്റും. ഓക്കെ, സോ അതാണ് DPSPയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് നോൺ ജസ്റ്റിസബിൾ ആണ്. ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 37 ആണ് പറയുന്നത് നോൺ ജസ്റ്റിസബിൾ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വയലേഷന് അല്ലെങ്കിൽ നോൺ ഇംപ്ലിമെന്റേഷന്റെ പേരിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കോർട്ടിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത്, ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ കോടതിയിൽ പോവാം. ഓക്കെ, ദെൻ ഇവിടെ ആക്ച്വലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ DPSPയെ സോഷ്യലിസ്റ്റ് എന്നും ഗാന്ധി എന്നും ലിബറൽ ഇന്റലക്ച്വൽ എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഈ സാധനം ഇല്ല, ലിബറൽ ഇന്റലക്ച്വൽ ഒന്നിച്ചാണ്. ഓക്കെ, ലിബറൽ ഇന്റലക്ച്വൽ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് ആയിട്ട് DPSPക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്? സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് എന്ന് പറയുന്നുണ്ട്, ഗാന്ധിയൻ ഐഡിയോളജി എന്ന് പറയുന്നുണ്ട്, ലിബറൽ ഇന്റലക്ച്വൽ ഐഡിയോളജീസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് DPSP എന്ന് വെച്ചാൽ? DPSP മീൻസ് ഇൻസ്ട്രക്ഷൻസ്. എന്തിന് ഇൻസ്ട്രക്ഷൻസ് ആണ്? എന്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്? നമ്മുടെ രാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് DPSP. പാർട്ട് 4 ആർട്ടിക്കിൾ 36 to 51 വരെയാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്താൽ അതിൽ ചോദിച്ചിട്ടുണ്ട്. താഴത്ത് നിൽക്കുന്നതിൽ ഏത് പാർട്ടിലാണ് ഐഡിയ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഉള്ളത്? പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ഏതാണ്? പാർട്ട് 4 ആണ്. കാരണം വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് DPSPയുമായിട്ട് റിലേറ്റഡ് ആണ്. DPSP വരുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 4-നകത്താണ് എന്തിനെ പറ്റി പറയുന്നത്? DPSPയെ പറ്റി പറയുന്നത്. ഓക്കെ, അവിടെയാണ് എന്തുള്ളത്? ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഉള്ളത്. ദെൻ ഡോക്ടർ BR അംബേദ്കറിനെ വിളിച്ച പേരെന്താണ്? നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാ ഇത് റെക്കമെൻഡ് ചെയ്തത്? തേജസ് അപ്രൂവ് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഇത് നോൺ ജസ്റ്റിസബിൾ ആണ്. ആർട്ടിക്കിൾ 37 പ്രകാരം. മീൻസ് വാട്ട്? ഈ ആർട്ടിക്കിൾസിനകത്ത്, അതായത് നമ്മുടെ പാർട്ട് 4-നകത്ത് പറഞ്ഞിരുന്ന പ്രൊവിഷൻസ് നമുക്ക് കോടതി കൂടി പോയി നേടി എന്ത് ചെയ്യാൻ പറ്റില്ല? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് കിട്ടണമെങ്കിൽ ആര് നമുക്കിത് തരണം? നമ്മുടെ ഗവൺമെന്റ് നമുക്കിത് തരണം. അത് സെൻട്രൽ ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ്. അത് രണ്ടും ഒന്നിനാണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് ഒന്നാണ്. ഒന്നുകിൽ സെൻട്രൽ ഗവൺമെന്റ് തരണം, അല്ലെങ്കിൽ ആര് തരണം? സ്റ്റേറ്റ് ഗവൺമെന്റ് തരണം. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി തേജസ് അപ്രൂവ് കമ്മിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. പക്ഷെ നമ്മളതിനെ സോഷ്യലിസ്റ്റ് എന്നും ഗാന്ധിയൻ എന്നും ലിബറൽ ഇന്റലക്ച്വൽ ഐഡിയോളജി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ശരി. ഇനി ഈ DPSPയിലെ എല്ലാ ആർട്ടിക്കിൾസും നിങ്ങൾ നേരത്തെ പോലെ കാണാതെ പഠിക്കുന്ന ദിവസം ഞാൻ വേണ്ടെന്നേ പറയട്ടെ. ഓക്കെ, ബേസിക്കലി DPSP ബേസ്ഡ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആർട്ടിക്കിൾസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന കറണ്ട് അഫേഴ്സിനകത്തൊക്കെ അതിലെന്തെങ്കിലും ഇമ്പോർട്ടൻസ് വരുമ്പോഴായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് നമുക്ക് ഈ റീസെന്റ് കുറേ തവണ എക്സാമിന് ചോദിച്ചാണ്. നിങ്ങളൊരു 2022-23 ആ ഒരു സമയത്തേക്കുള്ള എക്സാംസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അല്ല ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അതിന് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ റീസെന്റ് ഉത്തരാഖണ്ഡിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം അതിന് അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് നിങ്ങൾ ആർട്ടിക്കിൾസ് പഠിച്ചിരിക്കുക. ദെൻ ആർട്ടിക്കിൾസ് എല്ലാം അറിഞ്ഞിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആർട്ടിക്കിൾസ് ഞാൻ കാണാതെ പഠിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ആർട്ടിക്കിൾസ് പഠിക്കേണ്ടതെന്നല്ല, ആർട്ടിക്കിൾസ് പഠിക്കുക, ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കുക, അതിനകത്തുള്ള പ്രൊവിഷൻസും അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ആർട്ടിക്കിൾ 36 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ ആർട്ടിക്കിൾ 13 പറയുന്ന പോലെ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ആർട്ടിക്കിൾ 36 ആണ് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. 37 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 37 നിന്ന് നിങ്ങൾ അറിയേണ്ട ഒരേ ഒരു കാര്യം DPSP നോൺ ജസ്റ്റിസബിൾ ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതാ? ആർട്ടിക്കിൾ 37 എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 38. ഓക്കെ, ആർട്ടിക്കിൾ 38 എന്താ പറയുന്നത്? പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ബൈ സെക്യൂറിംഗ് സോഷ്യൽ ഓർഡർ. ഓക്കെ, അതായത് എങ്ങനെയാണ്? ജസ്റ്റിസ്, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജസ്റ്റിസ് നേടിക്കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. മാത്രമല്ല ഇൻകം കൊണ്ടുള്ള ഇൻഇക്വാലിറ്റി, സ്റ്റാറ്റസ് കൊണ്ടുള്ള ഇൻഇക്വാലിറ്റി, ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റിയും കൊണ്ടുള്ള ഇൻഇക്വാലിറ്റി ഇത് റെഡ്യൂസ് ചെയ്യുക. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാ? ഒന്ന് സോഷ്യൽ ഓർഡർ. ആ സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പീപ്പിളിന്റെ വെൽഫെയർ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. രണ്ട്, സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇൻകം അങ്ങനെയൊക്കെയുള്ള റീസൺസ് കണ്ടുണ്ടാവുന്ന ഇൻഇക്വാലിറ്റികൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഈ രണ്ടാമത്തെ പ്രൊവിഷൻ ആക്ച്വലി 44th അമെൻമെന്റിൽ 1978 44th അമെൻമെന്റിൽ ആഡ് ചെയ്ത കാര്യമാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 38 അത്രേ ഉള്ളൂ. 38 ഭയങ്കര ഇലാബറേറ്റ് ആയിട്ട് പഠിക്കുന്നു വേണ്ട. ദെൻ ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. കാരണം അതിനകത്ത് പറയുന്നത് ഈക്വൽ ജസ്റ്റിസും ദെൻ ഫ്രീ ലീഗൽ എയ്ഡും ആണ്. ഓക്കെ, എന്തൊക്കെ പറയുന്നുണ്ട്? ഈക്വൽ ജസ്റ്റിസും ഫ്രീ ലീഗൽ എയ്ഡുമാണ് ഇതിനകത്ത് പറയുന്നത്. ആർട്ടിക്കിൾ 39A പറയുന്നത് എന്താണ്? ഈക്വൽ ജസ്റ്റിസ്, തുല്യനീതി. ഫ്രീ ലീഗൽ എയ്ഡ് എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള നിയമസഹായം നൽകുക. ഓക്കെ, നമ്മൾ കോടതിയിലൊക്കെ പോകുന്ന സമയത്ത് വക്കീലുമാരൊക്കെ സ്റ്റേറ്റ് അറേഞ്ച് ചെയ്ത് തരും. അതിപ്പോൾ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. വിമൺ ഒക്കെ ആണെങ്കിൽ, ചിൽഡ്രൻ അല്ലെങ്കിൽ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അത് ഫ്രീ ആണ്.
അല്ലെങ്കിൽ 1 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ ഹൈക്കോടതിയിലും 1.5 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള വ്യക്തികൾക്ക് സുപ്രീം കോടതിയിലൊക്കെ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ലോയേഴ്സിനെ അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾ അത്ര ഇലാബറേറ്റ് ആയിട്ട് പഠിക്കൊന്നും വേണ്ട, പറഞ്ഞേ ഉള്ളൂ. ബട്ട് 39A എന്താണെന്ന് പഠിക്കണം. 39A ഇമ്പോർട്ടൻ്റ് ആണ്. 39A എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുന്നത് എന്ത് ചെയ്യുക, ഈക്വൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എന്ത് കൊടുക്കുക, ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുക. ഓക്കെ, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് 21A പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എവിടെ കണ്ടാലും അവിടെ എന്ത് കാണും, ഒരു അമെൻമെന്റ് കാണും. ഓക്കെ, സോ ഈ എയുടെ അമെൻമെന്റ് ആരാണ്, 42nd അമെൻമെന്റ് ആണ്. ഓക്കെ അല്ലേ, ഡൗട്ട് ഇട്ടോ? സോ 38 എന്താണ്, സോഷ്യൽ ഓർഡർ ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതും. 39A എന്താണ്, 39A എന്താണ്, ഫ്രീ ലീഗൽ എയ്ഡും അതുപോലെ തന്നെ ഈക്വൽ ജസ്റ്റിസും എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ദെൻ ആർട്ടിക്കിൾ 39, ആക്ച്വലി 39 ശേഷമാണ് 39A വരുന്നത്. പിന്നെ മറ്റ് സ്ലൈഡിൽ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ എഴുതിയേ ഉള്ളൂ. ഓക്കെ, സോ 39 കഴിഞ്ഞിട്ടാണ് ആക്ച്വലി 39A പറയുന്നത്. 39Aക്ക് അത് കുറച്ച് പ്രൊവിഷൻ പറയുന്നുണ്ട്, A, B, C, D, E, F. ഓക്കെ, എ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, ഒരാൾക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം, ആൾക്കൊരു ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഇതിനകത്ത് പറയുന്നത് 39A പറയുന്നത്. 39B എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സസ് എന്ത് ചെയ്യുക, ഇക്വിറ്റബിൾ ആയിട്ട്, അതായത് എല്ലാവർക്കും തുല്യമായി കിട്ടുന്ന രീതിയിൽ, നോട്ട് ഈക്വൽ ഡിവിഷൻ, ഇക്വിറ്റബിൾ ആണ്. ഓക്കെ, ഓരോ ആൾക്കാർക്കും കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, കൊടുക്കേണ്ടതിനനുസരിച്ച് കൊടുക്കുക. ആൻഡ് സി എന്ന് പറയുന്ന പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് പ്രൊഡക്ഷൻ എന്ന മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത്, വെൽത്ത്, സ്വത്ത് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരിൽ മാത്രമായിട്ട് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് ലാൻഡ് റിഫോംസ് നടന്നിട്ടുണ്ട് അല്ലേ. ലാൻഡ് റിഫോംസിന്റെ സമയത്ത് ആർട്ടിക്കിൾ 39C എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. കാരണം പറഞ്ഞത് ഒരു വ്യക്തിക്ക് അയാളുടെ കയ്യിൽ വയ്ക്കാവുന്ന ഭൂസ്വത്തിന് അവകാശമുണ്ട്. നിങ്ങൾ പഴയ ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ അവർ ഈ ലാൻഡ് പിടിച്ചെടുത്തതാണ് പല ആൾക്കാരും. ഓക്കെ, ഇപ്പം ഇയോബിന്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നിങ്ങൾ ആ സിനിമയ്ക്കകത്ത് നിങ്ങൾ നോക്കി, അതിനകത്ത് ഈ ഫഹദ് ഫാസിലിനോട് ആളുടെ അച്ഛൻ്റെ കാര്യസ്ഥം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതോ ആ കാണുന്ന മല വരെ ഉള്ളതൊക്കെ നമ്മളതാണ്, ഇത് ആര് പറഞ്ഞതാണ്, ഇവർ പിടിച്ചെടുത്തതാണ്, ആരും കൊടുത്തതൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അതിനുശേഷം ഇവരെന്ത് ചെയ്യും, കുറച്ചാലം കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ അവർ ഒരു ആധാരമൊക്കെ ഉണ്ടാക്കി അത് അവരുടേതാക്കും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് 39C വന്നിട്ട് പറഞ്ഞത് എന്ത് ചെയ്യണം, ഒരു വ്യക്തികൾ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളിൽ മാത്രമായിട്ട് വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ടാണ് ലാൻഡ് റിഫോംസ് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ലാൻഡ് സീലിംഗ് വെച്ചു, ഒരാൾക്ക് വയ്ക്കാവുന്ന പ്രോപ്പർട്ടിക്ക് ലിമിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ 39D വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 39D എന്ന് പറയുന്നത്, ഈ ബിയും സി ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറയാം. 39D എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത്, എവിടെയാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഉള്ളതെന്ന്. ആൻസർ പാർട്ട് 4 എന്നായിരുന്നു, ആ സമയത്ത് അതാണ് ചോദിച്ചത്. 39D എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് തുല്യ ജോലിക്ക് എന്ത് കൊടുക്കുക, തുല്യ വേതനം കൊടുക്കുക. ഓക്കെ, ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപോലെ പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതെന്ന് പറയുന്ന ആർട്ടിക്കിൾ 39 എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത് അല്ലേ. ദെൻ 39E എന്ന് പറയുന്നത് പ്രിസർവേഷൻ ഓഫ് ഹെൽത്ത്, സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ഫോഴ്സിബിൾ അബ്യൂസ്. സോ എന്തൊക്കെ ചെയ്യുക, വർക്കേഴ്സിന്റെ ഹെൽത്തും സ്ട്രെങ്തും പ്രിസർവ് ചെയ്യുക, അതുപോലെ തന്നെ കുട്ടികളെ ഫോഴ്സ്ഫുൾ അബ്യൂസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെ ആരുടെ ജോലിയാണ്, സ്റ്റേറ്റിന്റെ ജോലിയാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത് 39E പറയുന്നത്. ആൻഡ് 39F എന്ന് പറയുന്നത് ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻസ്, കുട്ടികളുടെ ഹെൽത്തി ആയിട്ടുള്ള ഡെവലപ്മെന്റിനുള്ള പ്രൊവിഷൻസ് ആഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് 39F എന്ന് പറയുന്നത്. ഇത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ കൂടി വന്നതാണ്. ഞാനത് ഫാസ്റ്റായിട്ട് പറയുന്നത് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഈ 39-നകത്തുള്ളൂ. ഇമ്പോർട്ടൻസ് ഉള്ളത് മാത്രം ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്ന് പഠിച്ച് എന്ത് ചെയ്യണ്ടോ, ഒരു ടൈം വേസ്റ്റ് ചെയ്യണ്ടോ. ഓക്കെ അല്ലേ, ഡൗട്ട് ഉണ്ടോ? സോ ആസ് എ പോയിന്റ് ഓഫ് SSCയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞു പോകും. ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ചുമ്മാ പഠിച്ച് നമ്മുടെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യണ്ടോ. ഓക്കെ, സോ 39A എന്താണ്, സ്റ്റേറ്റിന്റെ ഒരു പോളിസിയാണ്. എന്താണ്, ഒരു ആഡ്വക്കേറ്റ് ആൻഡ് ലിവ്ലിഹുഡ് എല്ലാവർക്കും അവൈലബിൾ ആക്കുക എന്ന് പറയുന്നത്. 39B എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ റിസോഴ്സസിന്റെ ഒക്കെ എന്ത് ചെയ്യുക, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പറയുന്നത്. 39C എന്താണ്, വെൽത്ത് ഒരാളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. 39D എന്താണ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, എന്ത് ചെയ്യുക, തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കുക. 39E എന്താണ്, പ്രിസർവേഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ്. ദെൻ അതുപോലെ തന്നെ എന്താ, ചൈൽഡ് അബ്യൂസ് ഒക്കെ തടയുന്നതിനുള്ള പ്രൊവിഷൻസ് ആഡ് ചെയ്യുക. ദെൻ 39F എന്താണ്, കുട്ടികളുടെ ഹെൽത്തി ഡെവലപ്മെന്റ് വേണ്ട പ്രൊവിഷൻസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഏത് പ്രകാരം, 42nd അമെൻമെന്റ് പ്രകാരം ആഡ് ചെയ്തതാണ്. ഓക്കെ, സോ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം ഇതാണ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ദെൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആർട്ടിക്കിൾ 30 ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അപ്പം അന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്,
അതായത് നമ്മുടെ രാജ്യത്ത് ഏതൊരു നിയമം പാസ്സാക്കിയാലും ഏതൊരു ലോ പാസ്സാക്കിയാലും അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലേ? അങ്ങനെ വയലേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ? നമ്മളത് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നിയമം വരികയാണെങ്കിൽ സുപ്രീം കോടതി തന്നെ ക്യാൻസൽ ചെയ്യുന്നത് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇവിടെ ഈ രണ്ട് ആർട്ടിക്കിൾ 39B(c) ഈ രണ്ടുപേരെ ഇമ്പോർട്ടൻസ് വെച്ചാൽ ഇവർക്ക് ആർട്ടിക്കിൾ 13 ബാധകമല്ല. ഓക്കെ, എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ആർട്ടിക്കിൾ 13 ബാധകമല്ലാത്ത രണ്ട് ആർട്ടിക്കിളാണ് 39B-യും C-യും എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം ആർട്ടിക്കിൾ 13 ബാധകമല്ലാത്തത് ഏതൊക്കെ ആർട്ടിക്കിൾസിനാണ്? 39B-ക്കും C-ക്കും എന്തല്ല? ഇത് ബാധകമല്ല. ഒന്ന്. രണ്ടാമത് 31C എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. 31C എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുന്ന 39B-യും C-യും ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അത് മറ്റു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മൈൻഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറെ കോർട്ടും കുറെ കേസിന്റെ വിധികളൊക്കെ ഉണ്ട്. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു SSCക്കോ റെയിൽവേക്കോ ഒന്നും വേണ്ട, ബട്ട് ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. 39B-യും C-യും ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ഉണ്ടെങ്കിലും അതിൽ കാര്യമില്ല. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക. വേറെ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല 39 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 40. ഈ ആർട്ടിക്കിൾ 40യുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇതൊരു നോൺ ജസ്റ്റിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ഇതിനകത്തുള്ള പ്രൊവിഷൻസ് ഇപ്പോൾ ഈ പറയുന്ന 80 നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണെങ്കിലും 39 നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണെങ്കിലും ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ സ്റ്റേറ്റ് നിങ്ങൾക്ക് തരണമെന്ന്, അല്ലേ? അങ്ങനെ സ്റ്റേറ്റ് തന്ന ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 40. എന്താ ആർട്ടിക്കിൾ 40? ഓർഗനൈസിങ് വില്ലേജ് പഞ്ചായത്ത് ചെയ്തിട്ടില്ലേ? നിങ്ങൾ എല്ലാ ആൾക്കാരും ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷന്റെയോ പരിധിയിലുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നിട്ടുണ്ട്. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അർബൻ സെൽഫ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളെ പറ്റി പറയുന്നത് 74th ആണ്. ഓക്കെ, സോ ഇത് രണ്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർട്ടിക്കിൾ 40 കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് ഇന്ത്യയിൽ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്? പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ആർട്ടിക്കിൾ 40 എന്താണ്? ഓർഗനൈസിങ് വില്ലേജ് പഞ്ചായത്ത് അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. എന്തുകൊണ്ടാ? ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആര് തന്നു? സ്റ്റേറ്റ് തന്നു. ഓക്കെ, ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, പബ്ലിക് അസിസ്റ്റൻസിനുള്ള അവകാശം. ഓക്കെ, എപ്പോഴാ? ഈവൻ ഓഫ് അൺഎംപ്ലോയ്മെന്റോ ഓൾഡ് ഏജോ സിക്നസോ ഒക്കെ ഉള്ള സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാനും പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവൈലബിൾ ആണ്. അത്രേ ഉള്ളൂ. ആർട്ടിക്കിൾ 40 ആണെന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല. ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് അല്ല. സോ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ആർട്ടിക്കിൾ 41 പറയണം. 42 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജസ്റ്റ് ആയിട്ടുള്ളതും ഹ്യൂമൻ കണ്ടീഷൻസിനകത്തും ജോലി ചെയ്യുക, മെറ്റേണിറ്റി റിലീഫ് തരിക, ഇതൊക്കെ ഇതിനകത്താ പറഞ്ഞ 42. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യം അത് നല്ലതായിരിക്കണം. ഒരു വ്യക്തിയെ നമ്മളൊരാളെ ജോലി ഏൽപ്പിക്കുന്ന സമയത്ത് അയാൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ജോലി ചെയ്യേണ്ടത്. അല്ലാതെ വളരെ മോശം സാഹചര്യത്തിൽ ഒരാളെ ജോലിക്ക് കൊണ്ടിരുത്തരുത്. അതുപോലെ തന്നെ വിമനെ സംബന്ധിച്ച അവർക്ക് മെറ്റേണിറ്റി റിലീഫിനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതാ? ആർട്ടിക്കിൾ 42 എന്ന് പറയുന്നത്. സോ നിങ്ങൾ ജോലി ചെയ്യുന്ന ചുറ്റുപാട് അതിനെപ്പറ്റിയാണ് 42 പറയുന്നത്. അതുപോലെ വിമന്റെ മെറ്റേണിറ്റി റിലീഫിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ അതും ഏത് തന്നെയാണ്? 42 തന്നെയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 43. ആർട്ടിക്കിൾ 43 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 43 പറയുന്നത് ഒരു ലിവിങ് വേജ്, ഒരു ഡീസെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ജസ്റ്റ് സിംപിളി ഏതാണെന്ന് വെച്ചാൽ നമുക്കൊരു സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേജ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്, അല്ലെ? ഇപ്പൊ നിങ്ങൾ ജോലിക്ക് എടുത്തിട്ട് ഗവൺമെന്റ് പറയണം ശരി നിങ്ങൾക്ക് മാസം ഒരു 2000 rupees സാലറി തരാം, നിങ്ങൾ കേൾക്കുമോ? കാരണം നിങ്ങൾക്ക് അറിയാം 2000 rupees കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ആവില്ല. അപ്പോൾ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം അതിനനുസരിച്ച് അയാളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ജസ്റ്റ് ആയിട്ടുള്ള ഒരു സാലറി അയാൾക്ക് കൊടുക്കണം. നീതിപരമായിട്ടുള്ള സാലറി നീളം അയാൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 43 എന്ന് പറയുന്നത്. മാത്രമല്ല കുടിൽ വ്യവസായം, കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ പ്രൊമോഷനെ പറ്റി പറയുന്നത് ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 43 തന്നെയാണ്. ഇതിനെ പറ്റി പറയുന്നുണ്ട്. കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ ആ ഒരു പ്രൊമോഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളും ഏത് തന്നെയാണ്? 43 ആണ്. ഓക്കെ, 43A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. 43A എന്ന് പറയുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഒരു അമെൻമെന്റിലൂടെ വന്നതാണ്, അല്ലെ? 42nd അമെൻമെന്റിലൂടെ വന്നതാണ്. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, വർക്കേഴ്സിന് ഇൻഡസ്ട്രീസിന്റെ മാനേജ്മെന്റ് ഭാഗമാക്കുക.
എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു വർക്കർ അയാളുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിക്കകത്തൊരു ഡിക്റ്റേറ്റർഷിപ്പിനേക്കാൾ ഉപരി വർക്കേഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇത് DPSP യിലാണ് കിടക്കുന്നത്. ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? വർക്കേഴ്സിനെയും കൂടി ലൈക്ക് ഒരാളുടെ കയ്യിലേക്ക് ആ മൊണോപ്പൊളി ഇരിക്കാതെ എല്ലാ വർക്കേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ഇൻഡസ്ട്രി റൺ ചെയ്യുന്നതിനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത് 43A പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? 43B എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇത് വോളണ്ടറി ഫോർമേഷനുകളും ഓട്ടോണമസ് ഫംഗ്ഷനുകളും ഡെമോക്രാറ്റിക് കൺട്രോളുകളും ഒക്കെ കൊണ്ടുവരിക. എവിടെ? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനകത്ത്. സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യുക? വോളണ്ടറി ഫോർമേഷൻ, അതായത് വോളണ്ടറി സഹകരണ സംഘങ്ങൾ ഫോം ചെയ്യുക, ഓട്ടോണമസ് ഫംഗ്ഷന് വേണ്ടി ഫോം ചെയ്യുക, ഡെമോക്രാറ്റിക് കൺട്രോളിലൂടെയും പ്രൊഫഷണൽ മാനേജ്മെന്റിലൂടെയൊക്കെ എന്ത് കൊണ്ടുവരിക? കോഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഇതെന്ന് പറയുന്നത് 43B എന്ന് പറയുന്നത്. ഇത് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കോർപ്പറേറ്റ് ഇൻഡസ്ട്രീസ് ഏതാണ്? 43. സഹകരണ സംഘങ്ങൾ ഏതാണ്? 43B ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതാണെന്ന് വെച്ചാൽ 43Bയിലാണ് വരുന്നത്. ദെൻ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. ഇപ്പൊ റീസെന്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇതിലൊരു ട്രെൻഡ് വെച്ചിട്ട് വീണ്ടും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ആർട്ടിക്കിളാണ് എന്താ? യൂണിഫോം സിവിൽ കോഡ്. സോ ഏകീകൃത സിവിൽ നിയമങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സിവിൽ നിയമങ്ങൾ എന്ത് ചെയ്യുക? കോഡിഫൈ ചെയ്ത് ഒരു സിംഗിൾ ലോ ആക്കി മാറ്റുന്നതിനെയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഫോം ചെയ്ത കാലം തൊട്ട് യൂണിഫോം സിവിൽ കോഡ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഗോവ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാം. ഫോം ചെയ്ത കാലം തൊട്ട് യൂണിഫോം സിവിൽ കോഡ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഗോവ എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 44 പ്രകാരം യൂണിഫോം സിവിൽ കോഡ് വന്ന ആദ്യത്തെ സ്റ്റേറ്റ് ചോദിച്ചാൽ ഗോവയല്ല, അത് ഉത്തരാഖണ്ഡാണ്. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി ഡൗട്ട് വരും, എന്താ ഗോവ വന്ന കാലം തൊട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ആദ്യം വന്ന സ്റ്റേറ്റ് ചോദിച്ചാൽ ഗോവ തന്നെയാണ്. കാരണം ഗോവ ഫോം ചെയ്ത കാലം തൊട്ട് എന്തുണ്ട്? യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. പക്ഷേ എക്സാമിന് ചോദിക്കാൻ ആർട്ടിക്കിൾ 44 പ്രകാരം യൂണിഫോം സിവിൽ കോഡ് ഒന്ന് ആദ്യത്തെ സ്റ്റേറ്റ് ചെയ്താ ഗോവയല്ല. കാരണം ഈ ഗോവയുടെ യൂണിഫോം സിവിൽ കോഡ് പോർച്ചുഗീസുകാരുടെ. നമുക്കറിയാം ഗോവ ഭരിച്ചത് പോർച്ചുഗീസുകാർ അല്ല, ബ്രിട്ടീഷുകാരായിരുന്നില്ല. സോ പോർച്ചുഗീസുകാർ പോകുന്നതിന് മുന്നേ അവരെന്ത് ചെയ്തിട്ടുണ്ട്? യൂണിഫോം സിവിൽ കോഡ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഗോവയിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആർട്ടിക്കിൾ 44 പ്രകാരം യൂണിഫോം സിവിൽ കോഡ് ഫോം ചെയ്ത ഈ വർഷം 2024 ആരാണ്? ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ് എന്ത് കൊണ്ടുവന്നത്? യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. എന്ത് പ്രകാരം? ആർട്ടിക്കിൾ 44 പ്രകാരം. ക്വസ്റ്റ്യൻ നോക്കിക്കോണം. ഫോം ചെയ്ത സമയം തൊട്ട് യൂണിഫോം സിവിൽ കോഡുള്ള സ്റ്റേറ്റ് ഏതാണ്? ഗോവയാണ്. ആർട്ടിക്കിൾ 44 പ്രകാരം ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് വന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 45 21A ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആർട്ടിക്കിൾ 21A എന്തായിരുന്നു? 21A 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നതാണ് 24 അല്ലെ? പണ്ട് ഈ 86th അമെൻമെന്റ് വരുന്നതിന് മുന്നേ ഈ 21A കിടന്നൊരു സാധനം 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു സാധനം 21A എന്ന് പറയുന്നത് വരുന്നതിന് മുന്നേ ഇതെല്ലാം കിടന്നത് ആർട്ടിക്കിൾ 45ലാണ്. സോ എന്ത് ചെയ്ത് 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള പിള്ളേർ എങ്ങോട്ട് പോയി? 21A എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ പോയപ്പം 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, അവരുടെ എഡ്യൂക്കേഷൻ റൈറ്റ് എവിടെ തന്നെയുണ്ട്? ആർട്ടിക്കിൾ 45ലുണ്ട്. 6 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 14 എന്ന് പറയുമ്പോൾ 6 എന്ന് പറയുമ്പം 1ാം സ്റ്റാൻഡേർഡ് മുതൽ 14 എന്ന് പറയുമ്പോൾ 10th സ്റ്റാൻഡേർഡ് വരെയാണ് നമ്മുടെ ഒരു നോർമൽ. ഈ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളില്ല, നമ്മുടെ പ്രീ KGയിലും കിൻഡർ ഗാർഡനിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഇവിടെ എഡ്യൂക്കേഷൻ റൈറ്റിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 45 പറയുന്നത്. ഓക്കെ, സോ 45 എന്താണ്? എഡ്യൂക്കേഷൻ റൈറ്റ് ആണ്. ആരുടെ എഡ്യൂക്കേഷൻ റൈറ്റോ? 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ളവർ 21Aയിലും 6 വയസ്സിന് താഴെയുള്ളവർ ആർട്ടിക്കിൾ 45ലാണ് കിടക്കുന്നത്. ഓക്കെ, സോ യൂണിഫോം സിവിൽ കോഡ് ഫോം ചെയ്ത കാലം തൊട്ടുള്ള സ്റ്റേറ്റ് ഗോവയാണ്. പക്ഷെ ആർട്ടിക്കിൾ 44 പ്രകാരം യൂണിഫോം സിവിൽ കോഡ് വന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. ഓക്കെ, പിന്നെ നേരത്തെ കാര്യം പറഞ്ഞു, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ആർട്ടിക്കിൾ 43B ആണ്. കോട്ടേജ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 43 ആണ്. ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത് ഈ SC/ST കമ്മ്യൂണിറ്റികളും മറ്റു വീക്കർ സെക്ഷൻസിന്റെയും എഡ്യൂക്കേഷണൽ എക്കണോമിക്കുമായിട്ടുള്ള എന്ത് കൊണ്ടുവരിക? ഇൻട്രസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഇതിനകത്ത് പറയുന്നത്, ആർട്ടിക്കിൾ 46 പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? അവരുടെ സോഷ്യൽ ഇൻജസ്റ്റിസിൽ നിന്നും എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ ഇൻട്രസ്റ്റ്, SC/ST കമ്മ്യൂണിറ്റിയുടെയും വീക്കർ സെക്ഷൻസിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, അതുപോലെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. 47 എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അതായത്
നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 47 പ്രകാരമാണ് നമ്മുടെ രാജ്യത്ത് ആൽക്കഹോളും അതുപോലെ തന്നെ ഈ ഡ്രഗുകളുണ്ടല്ലോ, ഇല്ലീസിറ്റ് ആയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗുകളുണ്ടല്ലോ, ഇതൊക്കെ നിരോധിക്കുന്നത് ഏതിലാണ്? ഈ ഡ്രഗ്സിനും ആൽക്കഹോളിന്റെ ഒക്കെ നിരോധനം പറഞ്ഞ ആർട്ടിക്കിൾ 47 അപ്പോൾ ആർട്ടിക്കിൾ 47 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടീഷനും പബ്ലിക് ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. സോ എക്സാമിന് ചോദിക്കും ആൽക്കഹോൾ നിരോധിക്കുന്ന ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 47. പബ്ലിക് പ്ലേസിലെ സ്മോക്ക് നിരോധിക്കുന്നത് ആർട്ടിക്കിൾ 21. ആൽക്കഹോൾ നിരോധിക്കുന്നത് അല്ലെങ്കിൽ ഡ്രഗുകൾ, ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗുകളുടെയൊക്കെ നിരോധനം വരുന്നതൊക്കെ ഏതാണ്? ആർട്ടിക്കിൾ 47 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അല്ലേ? ഡൗട്ട് ഉണ്ടോ? സോ 46 SC/ST കമ്മ്യൂണിറ്റിയുടെയും വീക്കർ സെക്ഷൻസിന്റെ ഒക്കെ എഡ്യൂക്കേഷനിലും ഇൻട്രസ്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. 47 എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടീഷൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. ദെൻ അത് പ്രകാരമാണ് എന്ത് വരുന്നത്? 47 പ്രകാരമാണ് ആൽക്കഹോളിന്റെ എന്ത് വരുന്നത്? പ്രൊഹിബിഷൻ വരുന്നതും അതുപോലെ തന്നെ എന്ത് വരുന്നതും ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സുകളൊക്കെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിരോധിക്കുന്നത്. അടുത്ത ആർട്ടിക്കിൾ 48. അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും സയന്റിഫിക് ലൈനിൽ എന്ത് ചെയ്യുക? ശാസ്ത്രീയമായി കൃഷിയും അതുപോലെ തന്നെ മൃഗപരിപാലനങ്ങളും ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ 48? ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 48 എന്താണ്? അഗ്രികൾച്ചറും അതുപോലെ തന്നെ മൃഗപരിപാലനം, അനിമൽ ഹസ്ബൻഡറിയും എന്ത് ചെയ്യുക? സയന്റിഫിക് ലൈനിൽ കണ്ടക്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ കാരണം നമ്മുടെ രാജ്യത്തെ കൗ സ്ലോട്ടർ എന്ന് പറയുന്നത് എന്താ? കൗ സ്ലോട്ടർ, ഗോവധം. ഇത് നിരോധിക്കുന്ന ആർട്ടിക്കിൾ 48 ആണ്. ഗോവധ നിരോധനം എവിടെയുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. എവിടെയാണ് കിടക്കുന്നത്? 48 കിടക്കുന്നത്. സോ കൗ സ്ലോട്ടർ ഇന്ത്യയിൽ പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുന്നത് ആർട്ടിക്കിൾ 48 വെച്ചാണ്. നിങ്ങൾക്കറിയാം കുറേ സ്റ്റേറ്റുകളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഏത് വെച്ചെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 48 പ്രകാരമാണ്. സോ 48 എന്താ പറയുന്നത്? 48 ഒരു പ്രൊവിഷനാണ് ഈ കൗ സ്ലോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈനിൽ എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഏതാണ്? ആർട്ടിക്കിൾ 48 ആണ്. ഗോവധം നിരോധിക്കുന്നതും, നമ്മുടെ പശുവിനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ കേൾക്കാറുണ്ട്. സോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48 ആണ്. ദെൻ ആർട്ടിക്കിൾ 48A 1976 42nd അമെൻഡ്മെന്റിലൂടെ കൊണ്ടുവന്ന ആർട്ടിക്കിൾ ആണ് 48A. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ഏതെന്ന് പറയുന്നത്? 48A എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യുക? എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, ദെൻ ഫോറസ്റ്റിനെയും വൈൽഡ് ലൈഫിനെയും സംരക്ഷിക്കുക. ഇതൊക്കെ ഏതിന്റെ ഭാഗമാണ്? 48A ഭാഗമാണ്. ക്യാപിറ്റൽ A ആണ്. സോ അമെൻഡ്മെന്റ് ഉണ്ട്. ഏതാണ് അമെൻഡ്മെന്റ്? 42nd അമെൻഡ്മെന്റ്. അപ്പോൾ 42nd അമെൻഡ്മെന്റ് എന്ത് ചെയ്യുന്നു? അതിലൂടെ 48A കൊണ്ടുവരുന്നു. 48A എന്താ പറയുന്നത്? എന്ത് പാടില്ല? മൃഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം. അതായത് നമ്മൾ ഈ മറ്റേ വൈൽഡ് ലൈഫിനെയൊക്കെ നമ്മൾ കയറി ഉപദ്രവിക്കൂലേ, അതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നത് ഏതിനകത്താണ്? 48A. പക്ഷേ ഗോവധം നിരോധിച്ചിരിക്കുന്നത്, പശുവിനെ കൊല്ലാൻ പാടില്ല, ഗോവധം നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48 ആണ്. വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത് 48A ആണ്. ഗോവധം നിരോധിക്കുന്നത് 48 ആണ്. ദെൻ 49 നമ്മുടെ ഈ മോണുമെന്റുകളുണ്ട്. മോണുമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ലാൽ കില, അതായത് റെഡ് ഫോർട്ട്, താജ്മഹൽ, ഇങ്ങനെയുള്ള മോണുമെന്റുകളുടെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് 49 പറയുന്നത്. അപ്പൊ എന്താണ്? മോണുമെന്റുകളും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ഏതിനകത്ത് പറയുന്നത്? ആർട്ടിക്കിൾ 49 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50 അധികാരത്തിന്റെ വിഭജനമാണ്. ആർക്കൊക്കെ ഇടയിൽ എന്ന് ചോദിച്ചാൽ ജുഡീഷ്യറിയും അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവും. ഗവൺമെന്റ് 3 ഓർഗനൈസേഷൻ ആണല്ലോ അല്ലെ? ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇതിലാ ജുഡീഷ്യറിയുടെ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി നിർത്തിയുന്ന ആർട്ടിക്കിളാണ് ഏതാ? ആർട്ടിക്കിൾ 50. സോ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിന് എടുത്ത് മാറ്റുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 50 ആണ്. ഈ ആർട്ടിക്കിൾ 50യുടെ പ്രത്യേകത ഇന്ത്യയിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആണ് അല്ലെ? ഇന്ത്യയിലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഐഡിയ കൺവേ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ഏതാ? ആർട്ടിക്കിൾ 50. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 50 ആണ്. കാരണം ആർട്ടിക്കിൾ 50 പറയുന്നുണ്ട് എക്സിക്യൂട്ടീവിൽ നിന്ന് ആരെടുത്ത് മാറ്റിയിട്ടുണ്ട്? ജുഡീഷ്യറിയെ മാറ്റിയിട്ടുണ്ട്. രണ്ടും രണ്ടാ.
സെപ്പറേറ്റ് ആയിട്ടായിരിക്കുന്നത്. ഒരിക്കലും എക്സിക്യൂട്ടീവ്സിന് ജുഡീഷ്യറിയുടെ കാര്യത്തിൽ കയറി അപ്പോയിന്റ്മെന്റിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇടപെടാൻ പറ്റൂല. അത് നമ്മൾ സുപ്രീം കോർട്ടിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്ന ഐഡിയ എവിടെയുള്ളത്? ആർട്ടിക്കിൾ 50-ലാണുള്ളത്. എന്താണ് ആർട്ടിക്കിൾ 50 എന്ന് പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ആർട്ടിക്കിൾ 51 നമ്മുടെ DPSP അവസാനത്തെ ആർട്ടിക്കിൾ. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോക സമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏതാ? ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത്. സോ എന്ത് പ്രൊമോട്ട് ചെയ്യണം? ഇന്റർനാഷണൽ പീസ് പ്രൊമോട്ട് ചെയ്യണം. മറ്റു രാജ്യങ്ങളുമായിട്ടൊരു ഓണറബിൾ റിലേഷൻ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. മറ്റുള്ള രാജ്യങ്ങളോട് ഒരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം. അതുപോലെ ഇന്റർനാഷണൽ ലോസിനെയും ട്രീറ്റികളെയൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള സെറ്റിൽമെന്റുകൾ നമ്മൾ എൻകറേജ് ചെയ്യിക്കണം. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്, ആർട്ടിക്കിൾ 51-നകത്ത് പറയുന്നത്. ഇപ്പം നമ്മൾ UN വർക്ക് ചെയ്യുന്നുണ്ട്, അല്ല ഇന്ത്യ UN ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യങ്ങൾക്കെല്ലാം ഇടയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആർബിട്രേറ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? UN പീസ് കീപ്പിംഗ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആർട്ടിക്കിൾ 51 ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ DPSP-യിലെ ആർട്ടിക്കിൾ 51 അവസാനത്തെ ആർട്ടിക്കിൾ. ഓക്കെ, സോ DPSP-യിലെ ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞപ്പോൾ ഇമ്പോർട്ടൻസ് ആർട്ടിക്കിൾ ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക, എല്ലാ ആർട്ടിക്കിൾസും പഠിക്കുക. പക്ഷേ എല്ലാ ആർട്ടിക്കിളും കാണാതെ പഠിക്കണമെന്ന് വെച്ചാൽ വേണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിരിക്കുക. ഓക്കെ, നമ്മൾ അത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കൊരു ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, കോൺസ്റ്റിറ്റ്യൂഷനകത്തില്ല, പക്ഷേ ലിബറൽ എന്നും സോഷ്യലിസ്റ്റ് എന്നും അതുപോലെ ഗാന്ധിയൻ ഫിലോസഫി എന്നൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ആ ഡിവിഷനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് സ്ട്രിക്ട്ലി നമ്മുടെ ഡിവിഷനാണ്, എന്ന് വെച്ചാൽ എൻ്റെ ഡിവിഷനല്ല, നമ്മൾ പൊതുവെ പറയുന്ന ഒരു ഡിവിഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തില്ല? ഇങ്ങനൊരു കാര്യം പറയുന്നില്ല. ഓക്കെ, സോ സോഷ്യലിസ്റ്റ് ഫിലോസഫിയിൽ വരുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 38, 39, 39A, 41, 42, 43, 43A, 47. ഓക്കെ, സോ സോഷ്യലിസ്റ്റ് ഫിലോസഫിയിൽ വരുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 38, 39, 39A, 41, 42, 43, 43A, 47 ഒക്കെയാണ് സോഷ്യലിസ്റ്റിനകത്ത് വരുന്നത്. ഗാന്ധിയൻ ഫിലോസഫിയിൽ വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 40, 43, 43B, 46, 47, 48. ഏതൊക്കെയാണ്? 40, 43, 43B, 46, 47, 48. സോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് വരും, ഇതെങ്ങനെയാണ് ഇവിടെയും 43 ഇവിടെയും 43, രണ്ടിടത്ത് എങ്ങനെ 43 വന്നെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 43-ലെ കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ പ്രൊമോഷൻ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞതാണ്, അതാണ് ഗാന്ധിയൻ ഫിലോസഫിയിൽ വരുന്നത്. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 43-ലെ കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ പ്രൊമോഷൻ? ആ ഒരൊറ്റ പോയിന്റ് ഏതിൽ വരുള്ളൂ? ഗാന്ധിയൻ ഫിലോസഫിയിൽ വരുള്ളൂ. അതുപോലെ ഇവിടെ ഒരു 47-ഉം ഇവിടെ ഒരു 47-ഉം കിടക്കുന്നുണ്ടോ? ഈ 47 ഏതാ? നിങ്ങളുടെ പബ്ലിക് ഹെൽത്തും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കണ്ടീഷനും ആര് ഇംപ്രൂവ് ചെയ്യണം? സ്റ്റേറ്റ് ഇംപ്രൂവ് ചെയ്യണം. അത് സോഷ്യലിസ്റ്റാണ്. ഇവിടുത്തത് മദ്യ നിരോധനമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൽക്കഹോളിന്റെ പ്രൊഹിബിഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ആൽക്കഹോൾ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഗാന്ധിയൻ ഫിലോസഫിയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫോം ചെയ്ത കാലം തൊട്ട് തന്നെ ആൽക്കഹോൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. എന്തുകൊണ്ടാണ് ഗുജറാത്ത് ഫോം ചെയ്ത കാലം തൊട്ട് തന്നെ ആൽക്കഹോൾ പ്രൊഹിബിറ്റ് ചെയ്തത്? ഇവിടെയാണ് ആര് ജനിച്ചത്? ഗാന്ധി ജനിച്ചത്. ഓക്കെ, അപ്പൊ 47-നകത്ത് ആൽക്കഹോൾ പ്രൊഹിബിഷൻ ആണ് ഗാന്ധിയൻ ഫിലോസഫി. ബാക്കിയൊക്കെ ഏതാണ്? സോഷ്യലിസ്റ്റ് ഫിലോസഫിയാണ്. ഓക്കെ, ദെൻ ലിബറൽ ഐഡിയോളജിയിൽ വരുന്നതാണ് 44, 45, 48, 48A എന്ന് പറയുന്നത് 49, 50, 51. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു 48 കാണാൻ പറ്റും, ഇവിടെ ഒരു 48 കാണാൻ പറ്റും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ 48 ആണ് നമ്മുടെ ഗോവധ നിരോധനം. കൗ സ്ലോട്ടർ പ്രൊഹിബിറ്റ് ചെയ്യണം എന്നുള്ളത് ഏതിന്റെ ഭാഗമാണ്? ഗാന്ധിയൻ ഫിലോസഫിയുടെ ഭാഗമാണ്. എന്നാൽ ആ 48-നകത്തുള്ള ഈ സയന്റിഫിക് ലൈനിൽ അഗ്രികൾച്ചറും അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി ഒക്കെ കൊണ്ടുവരണം എന്നുള്ളത് ഏതാണ്? അതൊരു എന്ത് ഐഡിയോളജിയാണ്? ലിബറൽ ഐഡിയോളജിയാണ്. ഓക്കെ, സോ രണ്ടിടത്ത് രണ്ട് ആർട്ടിക്കിൾ കാണുന്നുണ്ടെങ്കിലും അതിലെ പ്രൊവിഷൻസിന് പല മാറ്റമുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നെ 43 എന്ന് പറഞ്ഞ പ്രൊവിഷൻ എന്താണ്? കമ്പയർ ചെയ്യുമ്പോൾ കോട്ടേജ് ഇൻഡസ്ട്രീസ് മാത്രമാണ് ഗാന്ധിയിൽ വരുന്നത്. 47 ആൽക്കഹോൾ പ്രൊഹിബിഷൻ മാത്രമാണ് ഗാന്ധിയിലുള്ളത്. 48-നകത്തുള്ള കൗ സ്ലോട്ടർ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഇതിനകത്തുള്ളത് ഗാന്ധിയൻ ഐഡിയോളജിയിലുള്ള. ഓക്കെ, സോ ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളൊരു ക്ലാസിഫിക്കേഷൻ അല്ല, നമ്മൾ അല്ലാതെ പറയുന്നൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഒരു എന്തുണ്ട്? ഡിവിഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? സോ ഇത്രയുള്ള DPSP എന്ന് പറയുന്ന പാർട്ട് 4 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ് ഏതുള്ളതാ? DPSP ഉള്ളതാ. സോ ഇന്ന് പഠിപ്പിച്ച DPSP ഇമ്പോർട്ടൻ്റ് ആണ്.
അതിനകത്തുള്ള പ്രൊവിഷൻസ് നിങ്ങൾ ഒരുപാട് തവണ വായിച്ചു പോകുക. കാരണം എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് ഈ തന്നിരിക്കുന്ന പ്രൊവിഷൻ എവിടെ ഉള്ളതെന്നാണ്, ഏത് പാർട്ടി വരുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻസ് നല്ലോണം വായിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ഉള്ള ആർട്ടിക്കിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കുക. അതിൽ കറണ്ട് അഫേഴ്സ് എപ്പോഴും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കറണ്ട് അഫേഴ്സിനകത്ത് DPSP ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിനെ പറ്റി സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം അത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഒരു 99% ഉണ്ട്. ഓക്കെ, സോ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ താങ്ക് യു.